മഹാഭാരതത്തിലെ ശകുനിയെ എല്ലാവരും അറിയും അല്ലെ? കഥാഗതി നിർണയിക്കുന്നതിൽ, മഹാഭാരത കഥാഗതി നിർണയിക്കുന്നതിൽ, ഇതിനെ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിലൊക്കെ വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ, കുതന്ത്രങ്ങളൊക്കെ നടത്തിയൊരു ആളാണ് ശകുനി. പാണ്ഡവരെ നിർബന്ധപൂർവം ചൂതുകളിക്ക് ക്ഷണിച്ചതും അതില് കള്ളച്ചൂത് കളിച്ച് അവരുടെ സ്വത്തെല്ലാം കൈക്കലാക്കി അവരെ വനവാസത്തിന് പറഞ്ഞയച്ചതൊക്കെ ഈ ശകുനിയുടെ കുതന്ത്രത്തിന്റെ ഫലമായിട്ടാണ്. ആ കാര്യങ്ങളൊക്കെ മഹാഭാരതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ശകുനിക്ക് കുരുവംശത്തോട് ഇത്ര അടങ്ങാത്ത പകയുണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയും? ആ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാം, മഹാഭാരതം മൂലകഥയിൽ ഈ ഒരു സന്ദർഭമൊന്നും പറയുന്നില്ല. ഇതൊരു പ്രചാര കഥയായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാം, എങ്കിലും നമുക്ക് ആ പ്രചാരത്തിലുള്ള കഥ ഒന്ന് കേട്ടു നോക്കാം. പോകാം വീഡിയോയിലേക്ക്. ശകുനിക്ക് കുരുവംശത്തോടുണ്ടായ പക പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. അത് ഹസ്തിനപുരിയിലെ ഭരണാധികാരികള് ഗാന്ധാരദേശത്തോട് കാണിച്ച ഒരു തെറ്റായ ചെയ്തിയുടെ ഫലമായിട്ടാണ് ഇങ്ങനൊരു പക ഉടലെടുക്കാനുള്ള കാരണമായിട്ട് പറയുന്നത്. അതിങ്ങനെയായിരുന്നു. ധൃതരാഷ്ട്രന്റെ വിവാഹപ്രായം എത്തിയപ്പോൾ അദ്ദേഹത്തിന് വിവാഹം ചെയ്യാനായിട്ട് ഗാന്ധാരദേശത്തെ രാജകുമാരിയായിട്ടുള്ള ഗാന്ധാരിയെ, അതായത് ശകുനിയുടെ സഹോദരിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷ്മർ മഹാരാജാവായ സുബലനെ സമീപിച്ചു. അദ്ദേഹം അന്ധനായതുകൊണ്ട് അത് ആ ഒരു മനോവിഷമം മാത്രമാണ് ഉണ്ടായിരുന്നതാണ് മൂല മഹാഭാരതത്തിൽ പറയുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പ്രചരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഈ ഒരു കഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ഗാന്ധാരിക്ക് ഒരു ദുർവിധി അവരുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് ഗാന്ധാരിയെ ആദ്യം വിവാഹം കഴിക്കുന്ന പുരുഷൻ മരണപ്പെടും. അങ്ങനൊരു ദുർവിധി അവരുടെ ജാതകത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സത്യം മനസ്സിലാക്കിയ ഭീഷ്മർ ചെയ്തത് എന്താണെന്ന് അറിയുന്നത്, ഈ ഗാന്ധാരിയെ അദ്ദേഹം ഒരു ആടിനെ കൊണ്ട് വിവാഹം ചെയ്യിച്ചു. അതിനുശേഷം ആടിനെ കൊന്നുകളഞ്ഞു. അപ്പൊ ആ ഒരു പ്രവൃത്തി ചെയ്തതിലൂടെ അവരുടെ ജാതകത്തിലെ ഉണ്ടായിരുന്ന ആ ഒരു ദോഷം മാറിയെന്ന് ചിന്തിക്കാമല്ലോ. അതിനുശേഷമാണ് ധൃതരാഷ്ട്രവുമായിട്ടുള്ള വിവാഹം ഗാന്ധാരിയുമായിട്ട് നടത്തുന്നത്. ഈ ഒരു ചെയ്തി ശരിക്കും ഗാന്ധാരദേശത്ത് സുബല മഹാരാജാവിനെ ഒട്ടുമല്ല വേദനിപ്പിച്ചത്. അവരെ ശരിക്കും അപമാനിക്കുകയാണ് ചെയ്തത്. അവരുടെ പുത്രിയെ, ആ ദേശത്തിന്റെ രാജകുമാരിയെ തങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് ഒരു ആടിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും അതിനെ കൊന്നു കളഞ്ഞതിന് ശേഷം ധൃതരാഷ്ട്രർക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കുന്ന ആ ഒരു വാർത്ത കേട്ടത് വളരെയധികം അസംതൃപ്തിയാണ് അവർ പ്രകടിപ്പിച്ചത്. ഇതറിഞ്ഞ ധൃതരാഷ്ട്രർ അവരെ അങ്ങോട്ട് ആക്രമിച്ചു. ഗാന്ധാരദേശത്തെ രാജകുമാരെ ആക്രമിച്ച് അവരെ അച്ഛനെയും മക്കളെയും സുബല മഹാരാജാവിനെയും ശകുനിയെയും സഹോദരന്മാരെയൊക്കെ തടവിലാക്കിയതും പോകട്ടെ, ചെയ്ത് പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. ആ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കൊണ്ട് എല്ലാവർക്കും കഴിഞ്ഞുകൂടാൻ, ജീവൻ നിലനിർത്തി പോകാനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സുബല മഹാരാജാവ് ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയും. തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഭക്ഷണം കഴിച്ചാൽ ബാക്കി എല്ലാവരും ജീവൻ പിടിഞ്ഞു പോയാലും ആ ഒരാൾ ശേഷിക്കുമല്ലോ. ആ ശേഷിക്കുന്ന ഒരാൾ കുരുവംശത്തോട് പ്രതികാരം ചോദിക്കണം. ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ ഓഹരി ഭക്ഷണം കൂടി ശകുനിക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. ശകുനി മാത്രമാണ് ഈ തടവിനെ അതിജീവിച്ച് പുറത്തു വന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നത്. ആ ഒരു പക, ഈ തടവിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ഈ കുരുവംശത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന പക, അതിന്റെ കനൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അണയാതെ കിടന്നു എന്ന് പറയുന്നു. തന്റെ അച്ഛന്റെയും സഹോദരന്മാരുടെയും മരണത്തിനും താൻ നേരിട്ട വിശപ്പിനും ഗാന്ധാരൻ നേരിട്ട അപമാനത്തിനും ഒക്കെ പ്രതികാരം ചെയ്യണം കുരുവംശത്തോട്. ആ ഒരൊറ്റ ജീവിത ലക്ഷ്യം മാത്രമായിരുന്നു ശകുനിക്കുണ്ടായിരുന്നത്. ശകുനി ഹസ്തിനപുരിയിലെത്തിയത് യഥാർത്ഥത്തിൽ കൗരവരെ സഹായിക്കാനായിരുന്നില്ല, മറിച്ച് അവരുടെ വിശ്വാസം പിടിച്ചുപറ്റി അവരെ കരുവാക്കിക്കൊണ്ട് കുരുവംശത്തെ തന്നെ ഇല്ലാതാക്കുക എന്ന് തന്നെയായിരുന്നു അയാളുടെ ലക്ഷ്യം. തന്റെ മരുമകനായ ദുര്യോധനന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായ ശകുനി അവന്റെ വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് പാണ്ഡവരോടുള്ള വിദ്വേഷത്തിന്റെ വിത്തുകൾ ദുര്യോധനന്റെ മനസ്സിൽ പാകുകയാണ് ഉണ്ടായത്. പാണ്ഡവരോടുള്ള വിദ്വേഷം ദുര്യോധനന്റെ മനസ്സിൽ വളരുന്നു എന്ന് കണ്ടപ്പോൾ ശകുനിയുടെ വിജയം അവിടെ തുടങ്ങുകയായിരുന്നു. മികച്ച ചൂതുകളിക്കാരനായിരുന്ന ശകുനി തക്കം പാർത്തിരുന്നു. അദ്ദേഹം തന്റെ അച്ഛന്റെ അസ്ഥി കൊണ്ട് നിർമ്മിച്ച പകിടകളായിരുന്നു കള്ളച്ചൂതനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് കഥകൾ
പറയുന്നത്. ധർമ്മരാജാവായ യുധിഷ്ഠിരനെ പ്രലോഭിപ്പിച്ച് ചൂതുകളിക്കായി കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് തൻ്റെ രാജ്യവും സർവ്വസമ്പത്തും പണയം വെച്ച് കളിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും എല്ലാം ചെയ്തത് ഈ ശകുനി എന്ന ബുദ്ധിരാക്ഷസനായിരുന്നു. അയാൾ ഓരോ തവണ ജയം നേടുമ്പോഴും യഥാർത്ഥത്തിൽ തൻ്റെ സഹോദരന്റെയും സഹോദരന്മാരുടെയും അച്ഛൻ്റെയും ഒക്കെ മരണത്തിന് പ്രതികാരം ചെയ്യുകയായിരുന്നു. അത് ആർക്കും മനസ്സിലായില്ല എന്നുള്ളതാണ് സത്യം. യുധിഷ്ഠിരന്റെ ധർമ്മബോധം മുതലെടുത്തുകൊണ്ട് ശകുനി പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് കളിക്കാൻ ആവശ്യപ്പെട്ട ആ നിമിഷം കുരുവംശത്തിന്റെ നാശം ഉറപ്പായി എന്ന് തന്നെ പറയും. ഏറ്റവും ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചപ്പോൾ കുരുവംശത്തിലെ ഒരു മഹാഭൂരിപക്ഷവും നാമാവശേഷമായി എന്നുള്ളതാണ്. ശകുനി ആഗ്രഹിച്ചതുപോലെ തന്നെ ഭീഷ്മരും കുരുവംശവും ഒട്ടാകെയും അയാൾ ഇല്ലാതെയാക്കി. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേവലം പ്രതികാരവാഞ്ചയല്ല, ഒരു കൊച്ചു രാജ്യത്തിലെ ഒരു രാജകുമാരൻ അയാളുടെ ഇച്ഛാശക്തി കൊണ്ടും പ്രതികാരവാഞ്ച കൊണ്ടും ഒരു മഹാസാമ്രാജ്യത്തെ ഒന്നാകെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇതൊരു പ്രചാര കഥയാണെന്ന്. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തില് ശകുനിയും സഹോദരന്മാരും പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അത് മഹാഭാരതത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. ഈ പ്രചാര കഥയിൽ അങ്ങനെയില്ല. പ്രചാര കഥയിൽ പറയുന്നത് ശകുനിയുടെ പിതാവും സഹോദരന്മാരും ഒക്കെ തടവിൽ കിടന്ന് മരണപ്പെട്ടു എന്ന് പറഞ്ഞു. മരണപ്പെട്ട ആളുകൾ എന്തായാലും ഒന്ന് യുദ്ധത്തിൽ പങ്കെടുക്കില്ല. അപ്പോൾ എന്ത് തന്നെയായാലും ശകുനി എന്നുള്ളൊരു കഥാപാത്രം ഒരു അസാമാന്യമായിട്ടുള്ള പരിവേഷത്തോടെ കുതന്ത്രങ്ങളുടെ രാജകുമാരനായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. വരുന്ന വീഡിയോകളിൽ നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാം. മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.